അല്ലെങ്കിൽ താമസിക്കുന്നതിൻ്റെ അടുത്ത് തീവാത താമസിക്കുന്നെങ്കിൽ ആ ഭാഗത്ത് വരുമ്പോൾ ഒരുപക്ഷെ സംഘടനാ നേതൃത്വവും ആ നിലയിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും വരുന്നുണ്ട്. കാരണം വലിയ കോമ്പറ്റീഷൻ, ഈ ആളുകളെ അങ്ങോട്ടേക്ക് സംഘടനകളിലേക്ക് കൊണ്ടുപോകാനുള്ള, അപ്പൊ ഇത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവരപ്പുറത്തേക്ക് പോകുമോ എന്നുള്ള ചില പ്രയാസങ്ങളൊക്കെ സംഘടനാ നേതൃത്വത്തിനും വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അവിടെ നമ്മൾ കുറച്ചുകൂടി കൃത്യമായ നിലപാടുകളിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അത് നമ്മുടെ ഭാവിയിലുള്ള പുതിയതായ ഒരാൾ സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ എങ്ങനെയാണോ അത് അവരുടെ ഭാവിയിലുള്ള അവരുടെ ശിഷ്ട പ്രവർത്തനത്തെ അത് ബാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കൃത്യമായും നമ്മൾ ആ കാര്യത്തിൽ, കാരണം സർവകലാശാലയ്ക്ക് വേണ്ടിയാണ് ഇവര് ജോലി ചെയ്യേണ്ടത്, സംഘടന അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്, സർവകലാശാലയ്ക്ക് ഗുണകരമാവുന്ന പ്രവർത്തനങ്ങളാണ് സംഘടന ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും ആ രീതിയിൽ നമ്മൾ ഒന്നുകൂടി ആ കാര്യത്തിൽ ഒരു കൃത്യത പാലിച്ചു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊന്ന്, ഇവിടെ തങ്കമണി സൂചിപ്പിച്ചു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ആ കാലഘട്ടത്തിൽ ക്ലാസ്സുകളിൽ ഇരുന്ന് അധികം സംസാരിക്കാതെ പോയിരുന്ന ഒരു, അത് തീർച്ചയായും ശരിയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഒരു അന്തർമുഖനായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്നെ ഈ ഒരു നിലയിലേക്ക് ഞാൻ ഒരിക്കലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന് കാരണങ്ങൾ കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, എനിക്ക് ഏതാണ്ട് 3.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരണപ്പെട്ടതാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല, വേറെ വരുമാനം കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ 4 മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് എൻ്റെ അമ്മ സഹിച്ചിട്ടുള്ള ഒരുപാട് വേദനകളുണ്ട്. അത് കണ്ട് അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. സോറി, ഞാൻ കുറച്ച് ഇതായി പോകുന്നുണ്ട്. അത് എൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ അതെന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും ബുദ്ധിമുട്ടി അമ്മ നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ച് പോകുമ്പോൾ നമ്മൾ മറ്റൊരു വഴിയിലേക്ക് നീങ്ങിപ്പോകരുത് എന്നുള്ളത് കുറെ കൂടി ഇതായി നമ്മൾ അങ്ങനെ നീങ്ങുന്നുള്ളതല്ല. പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അത് നമ്മളെ ആ വഴിയിലേക്ക് നയിക്കരുത് എന്നുള്ള ഒരു നിശ്ചയം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഞാൻ ഇതിലപ്പുറത്തേക്കൊക്കെ പോകാമായിരുന്ന ഒരു സാഹചര്യത്തിൽ ചുരുങ്ങി നമ്മൾ ഒരു ആ ദിശയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ അവിടെ നിന്ന് എനിക്ക് ജോലി കിട്ടുന്നതിന് ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം ശാലേട്ടൻ കഴിഞ്ഞതുപോലെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് പോവുകയാണ്. അത് നമ്മൾ പിന്നെ വരുമാനത്തിന് വേണ്ടിയല്ല, അപ്പുറത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ മോശമായ ചുറ്റുപാടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞു വിടുന്നത്. പിന്നീട് മറ്റൊരു ഫാർമസ്യൂട്ടിക്കൽ C&F ഡിപ്പോയുടെ മാനേജറായിട്ട് പോകുന്നു. കുറച്ചു കാലം പാരൽ കോളേജിൽ 5-6 മാസം. അത് കഴിഞ്ഞ് ഒരുപാട് ലിസ്റ്റുകളിലൊക്കെ വരും. ഇവിടെ ഇതിൻ്റെ മുന്നേ 96 ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. ജോലി കിട്ടുന്ന ഒരു പൊസിഷനിൽ തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ആ ലിസ്റ്റ് ക്യാൻസലായി പോകുന്നത്. പിന്നീട് നമ്മൾ ഒരുപാട് ശ്രമങ്ങളൊക്കെ ഇങ്ങനെ നടത്തി. അങ്ങനെ റെയിൽവേയിൽ ജോലി കിട്ടുന്നു. അവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് പല നിയമനങ്ങളാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് നിയമനങ്ങളുടെ ഓഫറുകൾ നമ്മൾ നിരസിച്ചിട്ടാണ് ഈ കുസാറ്റിൽ നമ്മൾ ജോയിൻ ചെയ്തത്. അവിടുത്തെ റെയിൽവേയിലെ നമ്മുടെ ജീവിതവും കുസാറ്റിലെ ജീവിതവും തുടർന്ന് ഇവിടെ വന്നിട്ടുള്ള ജീവിതവുമാണ് എന്നെ മാറ്റിയെടുക്കുന്നതിലേറെ സഹായിച്ചിട്ടുള്ളത്. അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസിനാണ് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. തുടക്കത്തിലൊന്നും തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ജനറൽ സെക്രട്ടറി പോയി ട്രഷറർ ആവും അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആവും എന്ന് പോലും ഞാൻ കരുതിയിരിക്കുന്നു. കാരണം അന്നൊക്കെ നമ്മൾ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മഹാവൃക്ഷങ്ങളെ പോലെയാണ് നമ്മുടെ നേതൃത്വത്തെ നമ്മൾ കാണുന്നത്. അവിടെ പലരും പറയും സഖാവ് അശോകൻ ആളോട് സംസാരിക്കില്ല, ആളോട് മര്യാദയ്ക്ക് മിണ്ടൂല്ല. സഖാവ് സ്റ്റാലിൻ എന്താ ഒരു
മനസാക്ഷി ഇല്ലാത്ത മനുഷ്യരാണ്. ആ രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളെയും അന്ന് ചിലപ്പോൾ അത് ശരിയാണെന്ന് തോന്നാനുള്ള സാധ്യത ഉണ്ട്. കാരണം കുറെ ആളുകൾ ഇങ്ങനെ പറയാണ്. പക്ഷെ ഇവരെയൊക്കെ നമ്മൾ അടുത്ത് പരിചയപ്പെടുമ്പോഴോ അടുത്ത് പെരുമാറുമ്പോഴോ ആണ് അശോകേട്ടനിലൊക്കെ ഉള്ള നമ്മൾ അറിയുന്നത് അപ്പോഴാണ്. സ്റ്റാലിൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഇപ്പോഴും ഏതാണ്ട് എല്ലാ ദിവസവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹകരണം. ഇവിടെ ഇരിക്കുന്ന വേലായുധേട്ടൻ, ഈ വേലായുധേട്ടനൊക്കെ ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. മോഹനേട്ടനെ പോലെയുള്ള, സദാനന്ദനെ പോലെയുള്ള, അവിടെ ഇരിക്കുന്ന ഐമേച്ചി, പിന്നെ ഒരുപാട് ഞാൻ പേര് സുബ്രഹ്മണ്യൻ, ഒരുപാട് സഹകരണങ്ങളുണ്ട്. ഇവര് സെമിയത്തൊക്കെ ഞാൻ എഡിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് നർമ്മദേജിയും സെമിയത്തൊക്കെ അങ്ങനെ എങ്ങനെയാണ് നമ്മുടെ സംഘടന ഒരു കുടുംബമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളുകളാണ്. പുഷ്പേച്ചിണ്ട്, ശിവദാസേട്ടൻ ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് ഇന്നലെ വന്ന് എന്നോട് പറഞ്ഞു. ശിവദാസേട്ടൻ്റെയൊക്കെ ആ സംഘടനയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ വീര്യം കൂടിയ പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും ഇവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ നമ്മൾ കേട്ടറിഞ്ഞിരുന്നു. അപ്പൊ സംഘടന ഇവരൊക്കെ എങ്ങനെയാണ് നയിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കേട്ടും അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞതിന്റെ ഒരു ബാക്കി എന്നുള്ള രീതിയിൽ സംഘടനയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതില് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോ ഇവിടെ ധനിക്കിന്റെ കാര്യം പറഞ്ഞു, തികച്ചും ഒരു പോരാളിയെ പോലെ തന്നെ എല്ലാ കാലഘട്ടത്തിലും സംഘടനയെ ആ രീതിയിൽ നിലനിർത്തുന്നതിന് പ്രയത്നിച്ചിട്ടുള്ള ഒരു സഖാവ്. പക്ഷെ തീർച്ചയായും അത് ആവശ്യമായൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം സംഘടനയെ കൃത്യമായി മുന്നോട്ട് നയിക്കുന്നതിൽ കുറച്ച് ആത്മസംയമനം പല ഘട്ടങ്ങളിലും നമ്മൾ എടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് മുൻകാല നേതാക്കൾ പകർന്നു തന്നിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒക്കെ താരതമ്യേന സംഘടനയിൽ കുട്ടിയായിരുന്ന കാലത്ത് നേതാവായിരുന്ന ആളാണ് സഖാവ് സതീഷിനെ പോലെയുള്ള ആളുകൾ. അന്നൊക്കെ ഇവരൊക്കെ വളരെ തീവ്രമായി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സഖാക്കളാണ്. അപ്പൊ നമ്മളൊന്നും ഒരിക്കലും ഈ രംഗത്തേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഒരു സുപ്രഭാതത്തിലാണ് ഞാൻ EPR വർക്ക് ചെയ്യുമ്പോഴാണ് ഒമറേട്ടം എന്ന് പറയുന്നത് ഒരു ചുമതല ഏൽപ്പിക്കുന്നില്ല. ഞാൻ വേറെ എന്തോ ചെറിയ എൻ്റെ മുന്നേ കുറച്ചു കാലം രചനയുടെ ട്രഷറായിട്ട് 2 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രഷറായിട്ട് ഞാൻ എന്തിൻ്റെ ട്രഷർ, യൂണിയന്റെ ട്രഷറർ. ഞാനോ അത് സംഘടന തീരുമാനമാണ്, അതങ്ങനെ ചെയ്താൽ മതി. അപ്പോ അന്ന് അബ്ദുൾ സലാമിന്റെ കാലഘട്ടം പൂർണ്ണമായിട്ട് അബ്ദുൾ സലാമിന്റെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ സുബ്രഹ്മണ്യേട്ടനൊക്കെ പിന്നെ ആഭരണമൊക്കെ പണയം വെച്ച് ബാങ്കിൽ ലോണൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് സ്വർണ്ണമൊന്നുമില്ല, അതൊക്കെ ആരെങ്കിലും വാങ്ങാൻ ചെയ്തോന്ന്. അങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം പരമാവധി നമ്മുടെ കഴിവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, എനിക്ക് അത്തരത്തിലുള്ള ഒരു കഴിവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ സംഘടന ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം പരമാവധി അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിന് ഒരുപാട് എഫേർട്ട് ചിലപ്പോൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ രീതിയിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞാൽ തൽക്കാലം ഒഴിയാം എന്ന് വിചാരിച്ചപ്പോഴാണ് സദാനന്ദൻ റിട്ടയർ ചെയ്യാണ്. സദാനന്ദൻ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരുപാട് അനുഭവ പാരമ്പര്യമുള്ള നിരവധി സഖാക്കൾ അപ്പോഴും ഉണ്ട്. അത് സദാനന്ദൻ വന്ന വിശേഷനൊക്കെ വിളിച്ച് ഒരു കാര്യം ഞാൻ വിചാരിച്ച തമാശ അറിയാനാണ്. സത്യത്തിൽ അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല രാത്രി. അപ്പൊ ഇത് എക്സിക്യൂട്ടീവിലോ ജനറൽ ബോഡിയിലോ ഒക്കെ ഇവരിങ്ങനെ വെക്കുകയാണെങ്കിൽ അത് തള്ളിക്ക് പോകും എന്നുള്ളൊരു ചെറിയൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ വരുന്നത്.
പക്ഷെ അതവിടെ അംഗീകരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുമ്പോൾ വലിയ ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ഹോംവർക്ക് നടത്തിയിട്ട് തന്നെയാണ് യോഗത്തിന് പോയിരുന്നത്, അതിന് ശേഷം പോകാറുള്ളത്. അതുകൊണ്ട് പിന്നീട് 1-2 യോഗങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കതിലൊരു വിഷയമേ തോന്നിയിട്ടില്ല. അതിലെനിക്ക് തോന്നുന്നത് വ്യക്തിപരമായി എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷയത്തിന് വേണ്ടിയോ ഒരിക്കലും സംഘടനയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരികളെയോ കാണാനോ അതിനു വേണ്ടിയോ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിഖില് പറഞ്ഞു അത്ര സൗമ്യനൊന്നല്ല, ഒരുപാട് ചീത്തവിളികൾ കേൾക്കാൻ. ശരിയാണ്, നിഖിലിനൊക്കെ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ സതീഷ് ഞാൻ പറഞ്ഞില്ല, എന്നെക്കാൾ ഒരുപാട് സീനിയർ സംഘടനയിലും ഒക്കെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ്. സതീഷിനൊക്കെ ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് ആ ഒരു ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ആ രീതിയിൽ തന്നെ അവർ ഉൾക്കൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. ഇന്നിപ്പോ യഥാർത്ഥത്തിൽ ഈ ഒരു കുടുംബത്തിൽ നിന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന ഈ കുടുംബത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകുമ്പോൾ നാളെ ഈ ഒരു അത്തരത്തിലുള്ള ഒരു ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ആശങ്ക മാത്രമാണ്. പക്ഷെ അപ്പുറത്ത് UPFK അതിനേക്കാൾ ശക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യം. മാത്രമല്ല ഇപ്പൊ ശാലേട്ടനെ പോലെയൊക്കെയുള്ള ആളുകളുണ്ട്, റിട്ടയർ ചെയ്ത് പോയിട്ടും ഇന്നും ഒരുപക്ഷെ യൂണിയൻ പ്രവർത്തകരെക്കാൾ കൂടുതൽ യൂണിയൻ മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോ ഈ ഒരു ആത്മബന്ധം, ഒരു കുടുംബ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് മുൻകാല നേതാക്കൾ കാണിച്ചു തന്നിട്ടുള്ള വഴികൾ ഇത് വലിയൊരു ഘടകമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ രീതിയിൽ നമ്മുടെ സംഘടനയെ ഒരു കുടുംബമായി കണ്ട്, കുടുംബ പ്രവർത്തനമായി കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായും കഴിയുന്ന പുതിയ നേതൃത്വമായാലും ഇപ്പോ കോൺഫെഡറേഷൻ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ള സഖാക്കളായാലും ഒക്കെ അത് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന സഖാക്കളാണ്. അതിനവർക്ക് എല്ലാവിധ പിന്തുണയും നേർവഴി കാട്ടാൻ കഴിയുന്ന ആളുകൾ ഈ പ്രദേശത്ത് തന്നെ നമ്മുടെ മുൻകാല നേതാക്കൾ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഇത്രയും ആളുകൾ ഈ വൈകിയ സമയത്തും ഇരിക്കുന്നു എന്നുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സമയം വൈകി പോയിട്ടുണ്ട്, കുറച്ച് സമയം അധികം എടുത്തുപോയി എന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് കൂടുതലായിട്ട് എന്തെങ്കിലും പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അർഹിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അംഗീകാരം എനിക്ക് തന്നിട്ടുള്ള സംഘടനയാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു സാധാരണ യൂണിറ്റ് കൺവീനർ എന്നുള്ള രീതിയിൽ പോയി, പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആവുന്നു, രചനയുടെ ട്രഷറർ ആവുന്നു, പിന്നീട് യൂണിയന്റെ ട്രഷറർ ആവുന്നു, യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആവുന്നു. 2 വർഷം ജനറൽ സെക്രട്ടറി ആയപ്പോൾ സെനറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നു. അന്ന് ഇവിടെ സുബ്രഹ്മണ്യനൊക്കെ പറഞ്ഞൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മത്സര രംഗത്തേക്ക് വരുന്നത്. നമുക്കാണെങ്കിൽ ആ എണ്ണം നോക്കുമ്പോൾ നമുക്ക് ജയിക്കാവുന്നൊരു സാഹചര്യമില്ല. അപ്പോൾ നമ്മൾ പോരാടണം. ഞാൻ കരുതുന്നത് വേറെ ഏതെങ്കിലുമൊക്കെ ആവും. അപ്പോൾ അവിടെ എൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടും. പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വേറെ ആൾ വരണം എന്നുള്ളത് ഞാൻ തന്നെ ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യം. ഈ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ആ രീതിയിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഇവിടെ സുബ്രഹ്മണ്യനൊക്കെ പറഞ്ഞു. സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റി, ആ കമ്മിറ്റികൾക്കപ്പുറം നമ്മുടെ മുഴുവൻ സഖാക്കളും യൂണിറ്റ് തലത്തിലും അവരുടെ ബന്ധങ്ങൾ, പ്രദീപൻ സഖാവൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, മനോജ് ഒക്കെ ഇരിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ എന്ന അതിന്റെ ചെയർമാനാണ്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിച്ചതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്കങ്ങനെ ഒരു വലിയ വിജയം തന്നെയായിട്ട് ഞാൻ അതിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തും സെനറ്റ് അംഗം എന്നുള്ള രീതിയിലും മുഴുവൻ ജീവനക്കാരുടെ ഇടയിലേക്കും ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്
ഒരുപക്ഷെ എനിക്ക് സർവകലാശാലയിലെ മുഴുവൻ ആളുകളുമായും ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ, അത് സംഘടനയ്ക്ക് ഗുണകരമാവുന്ന രീതിയിലേക്ക് മാറ്റുവാനും ഒരു പ്രധാന ഘടകമായി എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നീട് മറ്റു ഒരുപാട് ചുമതലകൾ സംഘടന എനിക്ക് തന്നു. കോൺഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം തരുന്നു. അതുപോലെ FSCTയുടെ സംസ്ഥാന കമ്മിറ്റി സ്ഥാനം, അത് ഏറ്റവും അവസാനം അത് വരുന്നു. അതിൻ്റെ മുന്നേ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ, സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻസ് കമ്മിറ്റി അംഗം, അങ്ങനെ FSCTയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. നമ്മുടെ ഹൗസിംഗ് സൊസൈറ്റിയുടെ ഡയറക്ടർ സ്ഥാനം, അങ്ങനെ ഒരുപാട് ചുമതലകൾ ഈ സംഘടന എനിക്ക് നൽകുകയും ഏൽപ്പിച്ചിട്ടുള്ള ചില ചുമതലകൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ അവിടെ മാറ്റിവെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ആ രീതിയിൽ ഇന്ന് സംഘടന, നമുക്ക് എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സംഘടന തന്നെയാണ് ജീവനക്കാരുടെ ഇടയിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത്. പക്ഷെ അതിന്റെ ശക്തി വളരെയേറെ വർദ്ധിപ്പിക്കുന്നതിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ തുടർച്ച മുഴുവൻ ജീവനക്കാരുടെയും ഒറ്റ സംഘടനയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനെ മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ പരിഷ്കരണങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പുറകോട്ടടിക്കുന്ന നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വലിയ വെല്ലുവിളികൾ സർവകലാശാല തലത്തിൽ, സർവകലാശാലയിൽ അവിടെ പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള രീതിയിൽ നമ്മളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ ദേശീയ പണിമുടക്കിന്റെ കാര്യങ്ങളൊക്കെ സഖാവ് രാജേഷ് സൂചിപ്പിച്ചു. സംഘടനകൾക്ക്, ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് അല്ലെങ്കിൽ സർവീസ് സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത, അവരുടെ പ്രവർത്തനം നിരോധിക്കുന്ന രീതിയിലേക്ക്, NFPന്റെ കാര്യത്തിൽ നമുക്കറിയാം, ആ രീതിയിലേക്ക് ഒരു കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സംഘടന ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണം. അതിന് സർവകലാശാല നിലനിന്നാൽ മാത്രമാണ് നമ്മുടെ സംഘടനയ്ക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ സർവകലാശാലയ്ക്ക് ഗുണകരമാകുന്ന തീരുമാനങ്ങൾ എല്ലാ കാലത്തും, മുൻകാലങ്ങളിൽ നമ്മൾ എടുത്തിട്ടുള്ളത് പോലെ തന്നെ ഭാവിയിലും നമ്മൾ ഏറ്റെടുക്കുകയും അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ അതിനെ കുറെ കൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ രീതിയിൽ കഴിയുന്ന ഒരു പുതിയ നേതൃത്വം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നവീകരണം നമ്മുടെ ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ആ രീതിയിൽ തീർച്ചയായും ശുഭസൂചകമായി ഞാൻ കാണുകയാണ് അതിനെ. ഈ നമ്മുടെ കഴിഞ്ഞ ജനറൽ ബോഡിയിലും ഞാൻ ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇത്രയും വൈകിയും ഇത്രയും സഖാക്കൾ ഇവിടെ ഇരിക്കുന്നതും അതിൻ്റെ ഒരു സൂചകമായി തന്നെ ഞാൻ കാണുകയാണ്. ഈ നാളെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു പോയതിനു ശേഷവും ഈ സർവകലാശാലയുമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനുമായും ഉള്ള ഊഷ്മളമായ ബന്ധം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇതിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം ഒരുക്കി തന്ന എൻ്റെ സംഘടനയോടുള്ള എല്ലാ കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇവിടെ ഇത്ര വൈകിയും ഇരിക്കുന്ന മുഴുവൻ സഖാക്കളെയും നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ സംഘടന ഇനിയും ഉയരെ മുന്നോട്ട് കുതിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലാൽസലാം സാർ. നന്ദി രേഖപ്പെടുത്തുന്നതിനായി വൈസ് പ്രസിഡന്റ് സഖാവ് മനോജ് അമ്പിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹാക്കളെ, സമയം 8:30 കഴിഞ്ഞിരിക്കുന്നു. സമീപകാലത്തൊന്നും ഒരു യാത്രയപ്പ് യോഗം ഇത്രയേറെ സമ്പുഷ്ടമായിട്ടുള്ള യാത്രയപ്പ് യോഗം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള കാരണം ഞാൻ വിസ്തരിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇന്നിവിടെ യാത്ര അയക്കപ്പെടുന്ന 17 സഹാക്കളും അവർ ഒരുപക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ തീക്ഷ്ണമായ സമര കാലഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി നിന്നിരുന്ന 17 സഹാക്കളാണ്.
നേരത്തെ ഉദ്ഘാടന പ്രാസംഗികൻ പറഞ്ഞ പോലെ ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ സർവീസിലേക്ക് വന്ന പുതിയ തലമുറയിൽപ്പെട്ട ആർക്കും തന്നെ അത്തരത്തിലുള്ളൊരു സമരമുഖമോ സമര അന്തരീക്ഷമോ ഒന്നും തന്നെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കഴിഞ്ഞ 10 വർഷക്കാലം അതിൽ നിന്ന് വ്യത്യസ്തമായി അതിന് മുന്നേ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നിരുന്ന, കേരളത്തിലും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നിരുന്ന സമരത്തിൻ്റെ ഒരു കാലഘട്ടം, അതിൻ്റെ തീഷ്ണതയെല്ലാം തന്നെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അനുഭവിച്ച 17 സഹാക്കളാണ് ഇന്നിവിടെ യാത്രയാക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അനുഭവത്തിൻ്റെ ഒരു ഊർജം നമുക്ക് സ്വാഭാവികമായിട്ടും സംഘടനയ്ക്ക് ചെറിയ രീതിയിൽ നഷ്ടപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അവരുടെ അനുഭവങ്ങളും അവരുടെ നിലപാടുകളും ഒക്കെ പുതിയ തലമുറയ്ക്ക് പങ്കുവെക്കാനും പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കാനും ഇവർക്ക് സാധിക്കുമായിരുന്നു. ഈ 17 പേർക്കും ഓരോരുത്തർക്കും ഇന്ന് യാത്രാഭിയോഗങ്ങൾ അവരുടെ മറുപടി പ്രസംഗങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം തീക്ഷ്ണമായ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 17 പേർക്ക് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ഓരോരുത്തരുടെ പേരെടുത്തും ഞാൻ പറയുന്നതിൽ ഇനി ഔചിത്യമില്ല. കാരണം സ്വാഗത പ്രാസംഗികനും അധ്യക്ഷയും ആശംസാ പ്രാസംഗികരും ഒക്കെ തന്നെ വീണ്ടും വീണ്ടും ഈ ഓരോ വ്യക്തികളെ കുറിച്ചും അവരുടെ പ്രത്യേകതകളെ കുറിച്ചും അവരുടെ സ്വഭാവവിശേഷതകളെ കുറിച്ചും ഒക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. അതിന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. എങ്കിൽ പോലും ചില ആശംസാ പ്രാസംഗികൻ ഇപ്പം നിഖിലും അതുപോലെ തന്നെ ഉദ്ഘാടന പ്രാസംഗികനൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുടെ ചില തുടർച്ച എന്നോണം 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. പ്രധാനമായും വിനോദനെ കുറിച്ച് പറഞ്ഞു. ധാരാളം പറയാനാണെങ്കിൽ കുറേ നേരം സംസാരിക്കാനുണ്ട്. ഒരു മെറ്റമോർഫോസിസ് ഓഫ് എ ലീഡർ എന്ന രീതിയിൽ പഠന വിധേയമാക്കാൻ കഴിയുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് വിനോദനെ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സംഘടനയിൽ മുൻകാല നേതാക്കന്മാർ, അധികായകരായിട്ടുള്ള മുൻകാല നേതാക്കന്മാർ ധാരാളം പേരുണ്ട്. പക്ഷേ താരതമ്യേന പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തലമുറ ഇപ്പോൾ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ തന്നെയാണ്. അവർക്ക് ഒരു പഠന വിധേയമാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ കാണാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് വിനോദന്റെ കാര്യത്തിൽ പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൺവീനർ എന്നുള്ള സ്ഥാനത്ത് നിന്നും വിനോദേട്ടൻ തന്നെ പറഞ്ഞല്ലോ ഏതെല്ലാം സ്ഥാനത്തേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ലീഡർഷിപ്പിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഉള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു മാതൃകയാക്കാവുന്നതും പഠിക്കാവുന്നതുമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിനോദേട്ടൻ്റെ ഒരു സ്വഭാവവിശേഷതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏതൊരു ലീഡറിന് വേണ്ടി നല്ലൊരു കേൾവിക്കാരൻ, ലിസണർ ആവുക എന്നുള്ളത്. ഞാൻ തന്നെ വിനോദേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, വിനോദേട്ടൻ്റെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റിയാണ് വിനോദേട്ടൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റി എന്നുള്ളത്. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, ഇത്രയധികം കേൾവിക്കാരനാവുക എന്നുള്ളത് ഒരു നെഗറ്റീവും കൂടിയാണ്. കാരണം പലപ്പോഴും സംഭവിക്കുക എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരേ വണ്ടിയിൽ രാവിലെയും വൈകിട്ടും യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ വിനോദേട്ടൻ അധിക നേരം ഓഫീസിൽ ഒരു രാത്രി 8 മണി വരെ ഇരിക്കും, അല്ലെങ്കിൽ 7:30 വരെ. ഞങ്ങൾ വിളിക്കുന്നവരെ ഓഫീസിലിരിക്കും, ഞങ്ങൾ വിളിച്ചാലേ ഇറങ്ങുള്ളൂ. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇവിടെ യൂണിയൻ ഓഫീസിൽ വരും. യൂണിയൻ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അവലാദികളായിട്ട് വിനോദേട്ടൻ്റെ അടുത്ത് വരും. അവർ പറയുന്ന എല്ലാ അവലാദികളും കേട്ടതിന് ശേഷവും വിനോദേട്ടൻ അങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള രീതിയിൽ. ഈ ആവലാതി പറഞ്ഞ അവസാനം കൊടുക്കും. മുമ്പേ ഇനിയിപ്പോൾ ഞാനെന്ത് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ പറയാനൊന്നും ഇല്ലേനു. വിനോദേട്ടൻ അവിടെ നിന്ന് അനങ്ങൂല്ല. അവസാനം ഞാൻ ചോദിക്കാതെ പോണ്ടേ നമുക്ക്. അപ്പൊ ഞാൻ പറയും, ഇത് വിനോദേട്ടന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് ഞാൻ പലപ്പോഴും വിനോദേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ ഒരു ലിസണർ ആവേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ വിനോദേട്ടൻ മറുപടി ഒരു ചിരിയിൽ ഒതുക്കും, അത്ര തന്നെ. അപ്പം അതാണ് ആ ഒരു വിനോദമായിട്ടുള്ള ഒരു അനുഭവം പങ്കുവെക്കാനുള്ളത്. പിന്നീട് യാത്ര ചെയ്യുമ്പോൾ എത്ര ജോലി ചെയ്ത് വന്നു കഴിഞ്ഞാലും യാത്രയിലൂടെ നിന്നുള്ള ആ ജോലിയുടെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും പ്രകടിപ്പിച്ച എൻ്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണമാണ്.
ടെൻഷനൊന്നും പ്രകടിപ്പിക്കാറില്ല. പലപ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മൂളിപ്പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി കൂടി ഉണ്ട് വിനോദേട്ടന്. പിന്നീട് ഒന്ന് ധനിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചെറിയൊരു ഓർമ്മ അഖിൽ സംസാരിച്ചപ്പോഴാണ് അത് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞങ്ങൾക്ക് പെട്ടെന്ന് സലാമിൻ്റെ കാലത്ത് സസ്പെൻഷൻ അല്ല, ഒളിവിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഞങ്ങൾ കേസെടുത്ത് ഞങ്ങൾ അന്ന് ആരാന്ന് പറഞ്ഞത്, പോലീസ് കമ്മീഷണറുടെ പേരൊന്നും പറയില്ല, അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ ഇവിടെ ചുറ്റിത്തിരിയണ്ട, ഞങ്ങൾ പൊക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോളാം. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ സ്റ്റേറ്റ് വിടണം എന്നാണ് തീരുമാനം. അങ്ങനെ ഒരു തീരുമാനമില്ല, ധനിക്കിൻ്റെ വീട്ടിൽ പോകുന്നു. ധനിക്കിൻ്റെ വീട്ടിൽ ഒരു രാത്രി 2 മണിക്കാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്, ശരി വണ്ടി എടുത്ത് സ്റ്റേറ്റ് വിടുക എന്നുള്ളത്. അങ്ങനെ സ്റ്റേറ്റ് വിട്ടു. ഒരു വിദൂരമായ സ്ഥലത്ത് പോയി ഒരു റിസോർട്ടിൽ താമസിക്കാൻ ജാമ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പഴയൊരു SFI കാരനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അപ്പോൾ ഇത് ജാമ്യം കിട്ടുമല്ലോ എന്നുള്ള ടെൻഷൻ വേറെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ജാമ്യമില്ല. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് സമയം പോകാനുള്ള ഒരു ഉപാധി എന്ന് പറഞ്ഞാൽ ധനിക്കിൻ്റെ വിപ്ലവഗാനങ്ങളാണ്. ധനിക്കിങ്ങനെ പാടിക്കൊണ്ടിരിക്കും രാത്രിയും പകലും ഒക്കെ. അപ്പോൾ ഒരു ദിവസം രാത്രി 1 മണിയായി 2 മണിയായി ധനിക്ക് പാട്ട് നിർത്തില്ല. അപ്പോൾ ഇങ്ങനെ അപ്പോൾ റിസോർട്ടിൽ ഒരു ഫെൻസിങ് ഉണ്ട്, ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ഉള്ള ഭാഗത്താണ്. കുറെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞാൽ മോനെ എണീറ്റ് പൊയ്ക്കോ, അവിടെ പുലി ഒക്കെ ഇറങ്ങണം, ഞങ്ങൾ വിപ്ലവഗാനം പാടിയിരുന്നാലേ പുലിക്ക് അതൊന്നും മനസ്സിലാവില്ല, പുലിക്ക് തീറ്റയാവുകൊണ്ട് എണീറ്റ് പൊക്കോ പറഞ്ഞു. അപ്പോൾ ആ ഒരു അനുഭവം മറ്റേ പഴയൊരു SFI കാരൻ ഉണ്ട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അതായത് ആ ഒരു അനുഭവം വളരെ രസകരമായിട്ട് തോന്നിയൊരു അനുഭവമാണ്. അപ്പോൾ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇങ്ങനെ 1-2 കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു പോയപ്പോൾ ഓർമ്മ വന്ന കാര്യങ്ങളാണ്. പിന്നെ ശിവദാസേട്ടൻ ഇതേപോലെ തന്നെ കുറേ യാത്രകൾ ഒരുമിച്ച് പോകാൻ സാധിച്ചിട്ടുണ്ട്, അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ എൻ്റെ ലിസ്റ്റിൽ ഞങ്ങൾ ഒരുമിച്ച് വന്ന ലിസ്റ്റിൽ നിന്നുള്ള കുറേ പേര് ഇന്ന് ഇവിടെ റിട്ടയർ ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അടുത്ത് തന്നെ നമ്മളും പോകേണ്ടി വരും, അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വലിയ നിയമ പോരാട്ടങ്ങൾക്കും ഒക്കെ ശേഷം, വലിയ നിയമ പോരാട്ടങ്ങളും അത് സംഘടനയുടെ വലിയ ഒരു ഇടപെടലിന് ശേഷമാണ് ആ ലിസ്റ്റിൽ നിന്ന് നിയമനം നടന്നിട്ടുള്ളത്. അതൊക്കെ വലിയ അനുഭവമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ സമ്മേളന സമയത്ത് ഇപ്പോൾ കുറച്ച് നമ്മളെ സംഘടനയിൽ നിന്ന് കുറച്ച് മാറി വിട്ട്, സംഘടനയിലുണ്ടെങ്കിൽ പോലും പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ഒരു സഖാവ് എന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പൊ ഒന്നും കാണാനില്ലല്ലോ, ഇപ്പൊ ഒന്നും രസമില്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തായിരുന്നു? 11 മുതൽ 16 വരെ അതായിരുന്നു സമയം. അതെന്താ വെച്ചാൽ ആ സലാമിന്റെ സമയമാകുമ്പോൾ അതാണ് നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ സമയം, ഇപ്പൊ ഒന്നും രസമില്ലാന്ന്. അപ്പൊ ആ രീതിയിൽ സംഘടനാ പ്രവർത്തനം കണ്ടിരുന്ന നമ്മളെ ധാരാളം സഹാക്കളും ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തലമുറ പതിയെ മാറിപ്പോകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഈ ഇത്തരം സമരങ്ങളൊന്നും കാണാത്ത ഒരു പുതിയ തലമുറ ഇവിടേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ഉദ്ഘാടന പ്രാസംഗം പറഞ്ഞ പോലെ അവരുടെ കുറ്റമല്ല, പക്ഷെ അവരെയും രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു ബാധ്യത പുതിയ ലീഡർഷിപ്പിനുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും ഔപചാരികതയുടെ പേരിൽ മാത്രം നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളൊരു കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള FSCTയുടെ ജില്ലാ സെക്രട്ടറി നമ്മളെ VK രാജേഷ്, അദ്ദേഹത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ അധ്യക്ഷ നുസൈബാബായി, സ്വാഗതം പറഞ്ഞ ജംഷീർ, കൂടാതെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇന്ന് യാത്രയാക്കപ്പെടുന്ന എല്ലാ 17 സഹാക്കളും, ഊർജ്ജസ്വലരായ 17 സഹാക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അവർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇത്രയും വൈകിയ വേളയിലും ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ സഖാക്കൾക്കും പ്രത്യേകിച്ചും എന്നും സംഘടനയുടെ ഊർജ്ജമായി നിന്നിട്ടുള്ള മുൻകാല നേതാക്കന്മാർക്കും, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രകടനം കണ്ട് ആവേശം കൊണ്ട ധാരാളം നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ അഭിമാനമാണ് തോന്നുന്നത്. അവർക്ക് ഇന്നും നമ്മുടെ ആ സംഘടനയുടെ വളർച്ചയിലും സംഘടനയുടെ പ്രവർത്തനത്തിലൊക്കെ എത്രത്തോളം അവർ ശ്രദ്ധിക്കുന്നുണ്ട്, എത്രത്തോളം അവർ അഭിമാനം കൊള്ളുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ വലിയ സന്തോഷം
ഉള്ള കാര്യമാണ്. അവരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി യോഗം അവസാനിച്ചു. അജേഷ് എങ്ങനെ പോവുക? രാവിലെ തലവേദന വണ്ടി